ഹലോ, കാണണ്ടോ? ക്ലിയർ ഉണ്ടോ? ഞാൻ സിം റെഡി ആയിട്ടില്ല. ഞാൻ അപ്പുറത്തെ ഒരു ആള് വൈഫൈന്റെ കണക്ഷൻ തന്നിനി, അപ്പൊ അതിൽ വിളിക്ക. ഇന്ന് ലീവാ, ഇന്ന് വെള്ളിയാഴ്ച അല്ലേ? നോക്കട്ടെ, ഞാൻ കുറച്ച് അലക്കിടാണ്ടിനി, അത് അലക്കിയിട്ട് ഞാനിങ്ങനെ ആ ഗ്യാപ്പ് കിട്ടിയപ്പോ വിളിച്ചതാ. നാട്ടിലെന്റെ നിങ്ങളെ വില നമ്മൾ അറിയില്ലേനി, ഇവിടെ വന്നപ്പോഴാണ് ഇതൊക്കെ ആയ പോലെ എന്തോ ഒരു ഫീല്. ഞാൻ നാളെ ഒരു 10 മണിക്ക് വരെ ഡ്യൂട്ടി ഉള്ളു. അത് കഴിഞ്ഞിട്ട് സമയം കിട്ടുമ്പോൾ എനിക്ക് വിളിക്കാം കേട്ടോ. മക്കളൊക്കെ എന്തേ? ഞാൻ ഷാവുൽക്ക് വിളിക്കുന്നുണ്ട്. ഞാൻ നോക്കട്ടെ കേട്ടോ. ഷാവുൽക്ക് വിളിക്കണ്ടേ? ഷാവുൽക്ക, നിങ്ങളെവിടെ ആണോ? ഞാൻ എപ്പോ വരാന്നാല്, ഞാൻ ഡ്രസ്സൊന്ന് മാറിക്കാട്ടെ കേട്ടോ, പാന്റ് എടുത്തിട്ടാട്ടെ. അല്ല ഷാവുൽക്ക, ആരാ നാട്ടിൽ നിന്ന് വന്നേരാ? നമ്മളൊരു കമ്പനിക്കാരുണ്ട് നാട്ടിലുള്ള, അസർഫ് എന്നാ പേര്. ആള് ബാബു രസാ, ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറയണേ. അസർഫ, ഷാവുൽക്ക, അസ്സലാമു അലൈക്കും. അന്നല്ലേ ഇപ്പൊ കാത്തിക്കുന്നേ? ഇത് നമ്മളെ ഓഫീസിലുള്ള ടീംസ് ആണ്. എന്തല്ല നല്ല തന്നെ. എന്താ പേരെന്താ പറഞ്ഞ? പേര് ജിജിൻ. ജിജിൻ അല്ലേ? നാട്ടിലെവിടെ? നാട്ടില് കണ്ണൂര്. കണ്ണൂരല്ലേ? ഇവിടെ കുറെ വർഷമായോ? ഒരു 8 വർഷമായി. നമ്മളൊക്കെ എങ്ങനെയുണ്ട്? ശമ്പളം അത്യാവശ്യം കുഴപ്പമില്ല. എന്നാലും ഏകദേശം എത്ര? ഒരു 3000 അങ്ങനെ ഉണ്ടാവും. 3000 അല്ലേ? 3000 × 20 അവിടെ രണ്ടല്ലേ നിൽക്കുള്ളൂ. കുറച്ച് കടങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. അത് സെറ്റിൽ ചെയ്തിട്ട് നല്ല നൈസായിട്ട് സ്കൂട്ടാവും. ഇവരെയും കൂടി ഒന്ന് പരിചയപ്പെടും. ബൈ ബൈ. അതോ ഇവിടെ മോനെ അറിയില്ലേ? അപ്പൊ ശരി എന്നാ ഷാവുൽക്ക. അസർഫ മോനാണ് എന്റെ മോനാണ്. ഷാവുൽക്ക ഇതേമാതിരി ഒരു മോനുണ്ട് നാട്ടില്. കുറച്ചു നേരത്തെ മുമ്പ് വിളിച്ചിട്ടുള്ളൂ. എന്നാ ശരിയാ. ഷാവുലെ, നിന്റെ ചങ്ങായി അഷറഫ് നല്ല ആളാ. ഞാനിപ്പോ ഇവിടെ വന്നിട്ട് 15 വർഷമായി. എന്നിട്ട് നമ്മള് സെറ്റിലായില്ല. 2 കൊല്ലം കൊണ്ട് സെറ്റിലായിട്ട് നാട്ടിൽ പോകണ്ട ചങ്ങായി. ഞാൻ 8 വർഷം